ഫോംസിനകത്ത് നമ്മൾ തൽക്കാലത്തേക്ക് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഒരു റിക്വയർഡ് കസ്റ്റം വാലിഡേറ്റർ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഫോംസിനകത്ത് നമ്മളൊരു വാലിഡേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വാലിഡേറ്റേഴ്സ് ഡോട്ട് റിക്വയർഡ് ഫോർ ദ ഫസ്റ്റ് നെയിം, അതിനകത്ത് അപ്ഡേറ്റ് ഓൺ ബ്ലേർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ പാസ്വേഡിനകത്ത് ഒരു പാസ്വേഡ് വാലിഡേറ്റർ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, പാസ്വേഡ് വാലിഡേറ്റർ ഡോട്ട് ps. ക്രിയേറ്റ് പാസ്വേഡ് വാലിഡേറ്റർ വിച്ച് റിട്ടേൺസ് എ വാലിഡേറ്റർ. ഈ പാസ്വേഡ് വാലിഡേറ്റർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഒരു വാലിഡേറ്റർ ഫംഗ്ഷൻ ആണ്. അത് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അബ്സ്ട്രാക്ട് കൺട്രോൾ ആണ്. അതിനകത്ത് വാലിഡേഷൻ എറേഴ്സ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ നൾ റിട്ടേൺ ചെയ്യും. എന്നിട്ട് നമ്മൾ ആ കോൺസ്റ്റന്റ് വാല്യൂ ഇസ് ഈക്വൽ ടു കൺട്രോൾ ഡോട്ട് വാല്യൂ എടുത്തു. അതായത് വാല്യൂ അബ്സ്ട്രാക്ട് കൺട്രോളിൽ നിന്നും ആ വാല്യൂ എടുത്തു. അത് വാല്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ നൾ, എറേഴ്സ് കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ ന്യൂമറിക് ഉണ്ടോ, ഇങ്ങനെ 3 കേസസ് ഉണ്ടോ നോക്കും. ഇതിൽ ഏതെങ്കിലും ഒരു കേസ് ഇല്ല എന്നാ വരുന്നതെന്നുണ്ടെങ്കിൽ പാസ്വേഡ് വാലിഡേഷൻ എറർ കോളൻ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും, അതല്ലെങ്കിൽ നള്ള് റിട്ടേൺ ചെയ്യും. ഇനി നമ്മൾ ഇതിവിടെ വന്നിട്ട് ഇത് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് form dot get password dot errors dot password validation error. പാസ്വേഡ് വാലിഡേഷൻ എറർ അവിടെ വരുന്നുണ്ടെങ്കിൽ പാസ്വേഡ് മസ്റ്റ് കണ്ടെയ്ൻ അപ്പർ കേസ് ലോവർ കേസ് ന്യൂമറിക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എറർ മെസ്സേജ് കൊടുക്കും. അതിനൊരു കസ്റ്റം ക്ലാസ് കൊടുത്തിട്ടുണ്ട് എറേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ആ എറേഴ്സ് എന്ന് പറയുന്ന ക്ലാസ്സിന് ഞാൻ കളർ റെഡും കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെ റിക്വയർഡ് ഫീൽഡ് ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് നെയിം ഡോട്ട് എറേഴ്സ് ഡോട്ട് റിക്വയർഡ്. എറേഴ്സിനകത്ത് റിക്വയർഡ് വരുവാണെന്നുണ്ടെങ്കിൽ അതിന് റിക്വയർഡ് ഫീൽഡ് ആണോ എന്ന് കാണിക്കുന്ന ഒരു എറർ കാണിക്കുന്നുണ്ട്. അതാണ് ദിസ് ഇസ് എ റിക്വയർഡ് ഫീൽഡ് എന്ന് ആദ്യമേ കാണിക്കുന്നത്. പാസ്വേഡ് ഫസ്റ്റ് കണ്ടെയ്ൻ അപ്പർ കേസ് ലോവർ കേസ് ന്യൂമറിക്. ഇതിനകത്ത് ഞാനൊരു അപ്പർ കേസും ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് മാറിക്കിട്ടും. നമുക്കറിയാം സെയിം വാല്യൂ തന്നെ താഴെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. കേസിൽ ഫോം ഫാൾസ് ആൻഡ് ഇൻവാലിഡ് ആണ്, കാരണം ബാക്കി കേസസ് ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല. ഇപ്പം ഈ 2 വാലിഡേറ്റേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ 2 വാലിഡേറ്റേഴ്സും കറക്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഫോം വാലിഡായി, സ്റ്റാറ്റസ് വാലിഡായി, ഫോം വാലിഡ് ഈസ് ഫോം വാലിഡ് എന്നുള്ള വാല്യൂ ട്രൂ ആയി. ഇതാണ് കസ്റ്റം വാലിഡേറ്റേഴ്സ് ഇൻ ഫോംസ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു പ്രചോദനമാവും.